നൂറ്റാണ്ടിലെ മഹാപ്രളയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 2018 പ്രളയം അതിലൊന്നായിരുന്നു. ലോകത്തെ മുഴുവൻ കോവിഡ് വേട്ടയാടിയപ്പോ കേരളത്തെയും ബാധിച്ചു. പക്ഷെ അതിനെയെല്ലാം അസാധാരണവും അവിശ്വസനീയവുമായ ഇച്ഛാശക്തിയോടെ, ജനതയുടെ മഹത്തായ ഐക്യത്തോടെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞു ഒരു പരിധിവരെ. എന്നാൽ ആ ദുരന്തങ്ങളിൽ നിന്നെല്ലാം തുലോം വ്യത്യസ്തമാണ് വയനാടിന് അനുഭവിക്കേണ്ടി വന്നത്. ഒരു നിമിഷാർത്ഥത്തിൽ സകലതും നഷ്ടപ്പെട്ടു പോയ ഒരു ജനത. നമ്മുടെ നൂറുകണക്കിന് സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പലരുടെയും മൃതശരീരം പോലും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ദുരന്തം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം എന്ന പോലെയായി മാറി. പക്ഷെ ആ ദുരന്തത്തിന്റെ നാളുകളിലും മലയാളിയുടെ ഇച്ഛാശക്തിയും ഐക്യവും ആ ദുരന്തത്തെ അതിജീവിക്കാനും ബാധിതരെ പുനരധിവസിപ്പിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നു. ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി തന്നെ ഇങ്ങോട്ട് വന്നത്. പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ ചിലരെല്ലാം കരുതിയത് അദ്ദേഹം ഹെലികോപ്റ്ററിലോ മറ്റോ ഒരു വാന നിരീക്ഷണം നടത്തി മടങ്ങിപ്പോകും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ട് വന്നു. സാമാന്യേന സമയം ചെലവഴിച്ചു. ദുരന്തത്തിന്റെ ആഴം നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ചേർന്ന പ്രത്യേക യോഗത്തിലും അദ്ദേഹം സംബന്ധിച്ചു. നേരിട്ട് കണ്ട് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കുകയും അതിന്റെ വിശദാംശങ്ങൾ വസ്തുതാപരമായ വിവരണത്തിലൂടെ ആ യോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അദ്ദേഹം ദുരന്തബാധിതരായ പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുന്നവരെ സന്ദർശിച്ചു. ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ ലാളിക്കുന്നതിന്റെ ചിത്രം ദേശീയ മാധ്യമങ്ങളിൽ വന്നു. ഒരു വേള മലയാളികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചു, മോദിയും ഒരു മനുഷ്യനായി മാറിയോ? മോദിയെയും ഒരു മനുഷ്യനാക്കി മാറ്റാൻ വയനാട്ടിലെ ദുരന്തത്തിന് സാധിച്ചു എന്ന് ചിലരൊക്കെ പറഞ്ഞു. പക്ഷെ അത് വെറുമൊരു തോന്നലായിരുന്നുവെന്നും RSS എന്നും RSS തന്നെയാണെന്നും ഒരു ദുരന്തത്തിനും ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു അപകടത്തിനും ദയനീയമായ ഒരു സംഭവത്തിനും RSSനെ മനുഷ്യനാക്കാനാവില്ല എന്നും ഇപ്പോൾ ആളുകൾ ശരിയായി തിരിച്ചറിയുന്നുണ്ട്.